സ്വർഗലോകമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു നാട്, പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഒരിടം. അവർ മുളങ്കാടുകളിൽ നിന്നും പാകമായ മുളകൾ വെട്ടി വിറ്റ് ജീവിച്ചു വന്നു. അപ്പോഴാണ് മുളങ്കാടുകൾ കൂട്ടത്തോടെ വെട്ടി വിറ്റാൽ കൂടുതൽ സമ്പാദിക്കാം എന്ന് ഒരാൾ പറഞ്ഞത്. അതെങ്ങനെ, നമ്മളെ കൊണ്ട് മാത്രം അവയെല്ലാം എങ്ങനെ വെട്ടാൻ പറ്റും? എല്ലാവരും ഒരുമിച്ച് ചോദിച്ചു. അതിന് അയാൾ പറഞ്ഞ മറുപടി വളരെ രസകരമായിരുന്നു. മുളങ്കാടുകൾ കൂട്ടത്തോടെ വെട്ടാൻ സൗകര്യം നല്ല ശക്തമായ കാറ്റ് വരുമ്പോഴാണ്. കാറ്റ് വരുമ്പോഴോ? അവർ ചോദിച്ചു. അതെ, കാറ്റ് അവയെ മഴവില്ലുപോലെ ഒരു വശത്തേക്ക് വളയ്ക്കും. അപ്പോൾ മറുവശത്ത് നിന്ന് മുളയുടെ ചുവട്ടിൽ ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി. അവയെല്ലാം വേഗത്തിൽ നിലം പതിക്കും. ഈശ്വരൻ കാറ്റടിപ്പിക്കുന്നത് പോലും അതിനാണ്. നമുക്ക് മനസ്സിലാവാത്തോണ്ടാണ്. കാറ്റിനെ സൃഷ്ടിച്ചിരിക്കുന്നത് മുളകളെ വളച്ചു തരുന്നതിനാണ്. നാം അത് ബുദ്ധിപൂർവം ഉപയോഗിക്കണം. ആശയം കൊള്ളാം. എല്ലാവരും അയാളെ അഭിനന്ദിച്ചു. അവർ അങ്ങനെ ചെയ്തു. കൂടുതൽ മുള വേഗത്തിൽ മുറിച്ച് വിറ്റ് കൂടുതൽ സമ്പാദിച്ചു. മുളങ്കാടുകൾ കുറഞ്ഞു വന്നു. എന്നാൽ ഒരാഴ്ചയ്ക്കപ്പുറം ആ ഗ്രാമം ഒലിച്ചുപോയി. ശിഷ്യർ ഒരുമിച്ച് ചോദിച്ചു, അതെന്താ, മുളകൾ അവരെ ശപിച്ചതാണോ? ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശിഷ്യ, അങ്ങനെയൊന്നുമല്ല. കാറ്റിനെ തടഞ്ഞു നിർത്തിയിരുന്നത് ആ മുളങ്കാടുകൾ ആയിരുന്നു. കാറ്റിലും മഴയിലും പെട്ട് ആ ദേശം തന്നെ ഒലിച്ചുപോയി. അവരുടെ ആർത്തി അവരെ തുലച്ചു. ആ കൊച്ചു കൊച്ചു മുളങ്കാടുകൾ ആയിരുന്നു അവരുടെ വീടുകളെയും വൻമരങ്ങളെയും സംരക്ഷിച്ച് നിർത്തിയിരുന്നത്. ഒടുവിലായി ഗുരു ഇങ്ങനെ പറഞ്ഞു, ചെറുത് വലിയ പ്രവൃത്തി ചെയ്യുന്നു. ചെറുതൊരിക്കലും ചെറുതല്ല. ഭണ്ഡാരത്തിൽ 2 കാശിട്ട വിധവ എല്ലാവരെക്കാളും കൂടുതൽ ഇട്ടു എന്ന് മുമ്പ് ഗുരു പറഞ്ഞത് കുന്നിറങ്ങിപ്പോകുമ്പോൾ ശിഷ്യന്മാർ ഓർത്തു. ഈ നോമ്പുകാലം ചെറുതാവുന്നതിലെ സഹനമാവട്ടെ നമുക്ക്.